ഇത് കൊച്ചിനോട് വഴക്കാണോ? വലിയ ശൗര്യാണല്ലോ കൊച്ചിന്റെ അടുക്കല്. എന്റെ കുഞ്ഞിന്റെ അടുക്ക വലിയ ശൗര്യം കാണിക്കുന്നേ. ഇത് അവനവിടെ ഇവിടെ കസേരയിലിരുന്ന് അവനെ എന്താ ചെയ്യുന്നത് ഞാനൊന്ന് നോക്കട്ടെ. അവനെ എന്താ ചെയ്യുന്നേ? അവനെ എന്ത് ചെയ്യുന്നേ? എനിക്കറിയണമല്ലോ. നീ എന്ത് ചെയ്യും? മുക്കി വലിച്ചു കയറ്റുവോ? എന്നാ കേട്ട്, എന്നാ അവനെ കേട്ട്, കേട്ട്, കേട്ട്. എനിക്കറിയണമല്ലോ കേട്ടുപോലെയാന്ന്. എന്റെ മുന്നിൽ വെച്ച് നീ കേട്ടുപോന്ന് എനിക്കറിയണമല്ലോ. എന്റെ കൊച്ചിന്റെ ഒരു പൂടയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ നിന്നെ ഞാൻ ശരിയാക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കുഞ്ഞായി കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് എന്തു വിവരം അറിയുന്നീ. കാണണല്ലോ എന്റെ കൊച്ചിനെ എന്തെങ്കിലും ചെയ്യുമോന്നുള്ളത്. എന്റെ മോൻ അവിടെ വെറുതെ ഇരിക്കുന്നതിന് മെക്കിട്ടുകാരാ ചെല്ലുന്നേ. കേറി കേറി ഇത്രയായ നീ? ഞാൻ പാവാന്നാണല്ലോ വിചാരിച്ചേ. ശരാ കുഞ്ഞായി മിണ്ടുന്നില്ല. എന്താ ചെയ്യാൻ നോക്കട്ടെ. എന്റെ കൊച്ചിന്റെ വശത്തെ ഞാൻ നിൽക്കുള്ളൂ. കാരണം എന്തെങ്കിലും കൊച്ചിനെ അറ്റാക്ക് ചെയ്ത അന്ന് നീ പിന്നെ കാണൂല. എന്റെ കൊച്ചിനെ എങ്ങാനും ചെയ്ത കൊച്ചിനെ രക്ഷിക്കാൻ ഞാനുണ്ട്, ഓർത്തോ. എന്റെ കൊച്ചിന്റെ മേത്തെ ഒരു രോമത്തെ കടിച്ചാല് നിനക്ക് ഞാൻ തന്നത് ഇനി മേലെ ഇവിടുന്ന് ഒരു സാധനം തരില്ല. എന്റെ കൊച്ചിനെ വല്ലതും ചെയ്ത ഇത് എത്ര നേരമായി? കുഞ്ഞായി പാവം അവിടെ ഇരുന്നു പോയി. അങ്ങനെ അതിനുള്ള ആരോഗ്യമേ ഉള്ളൂ ഇപ്പോഴത്തെ കണ്ടീഷനിൽ. നീ വരുന്നോ? കുഞ്ഞായിമോന്റെ എക്സ്പ്രഷൻസ് ഇതല്ല. നീ നിന്റെ കണ്ണിക്കൂടിയാണല്ലേ ദേഷ്യം മുഴുവൻ തീർക്കുന്നത്, ശരീരത്തിൽ കൂടിയല്ല അല്ലടാ കുഞ്ഞാഴ്ചക്ക.
ഇയാളിവിടെ ഇരുന്നോ? മര്യാദക്കാണെങ്കിൽ നമുക്ക് പറഞ്ഞ് സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ. നല്ല ഫ്രണ്ട്സ് ആവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അല്ലെങ്കിൽ വഴക്കാണ് ഉദ്ദേശമെങ്കിൽ നമുക്കെന്താ തമ്മിൽ തല്ലി തന്നെ തീർക്കണം. അതല്ലേ അതിന്റെ ശരി. ആണോ? ഇവിടെ മറ്റുള്ള പിള്ളേരെല്ലാം ഉച്ചയുറക്കത്തിലാണ്. ഉച്ചഭക്ഷണവും കഴിഞ്ഞ് നല്ല ഉറക്കമാണ്. അതുങ്ങളെ എങ്ങാനും എഴുന്നേൽപ്പിച്ച ഇവിടുത്തെ ബഹളം കൊണ്ട്. ഞാനൊന്ന് കിടക്കാമെന്ന് വെച്ചതാണ്. അപ്പൊ ഇവിടുത്തെ സൗണ്ട് കേട്ടിട്ട് വന്നതാണ്. പുറത്താരാ ബഹളം ഉണ്ടാക്കുന്നതെന്ന്. ചമ്പച്ചേട്ടനാണ് ഇവിടെ ഇല്ല. യൂണിഫോം മേടിക്കാൻ അവന് കൊല്ലത്ത് പോയിരിക്കുകയാണ്. ഉണ്ടായിരുന്നെങ്കിൽ കുഞ്ഞായി ഇങ്ങനെ വല്ല കാണിച്ച പിന്നെ നീ കാണത്തില്ലായിരുന്നു കേട്ടോ. ഇത്ര ധൈര്യപൂർവ്വം ഇവിടെ വന്നിങ്ങനെ ഇരിക്കില്ല. ഇപ്പൊ എന്താ ചെയ്യ കുഞ്ഞായി മോനെ? മക്കളെ, അമ്മ എന്നാ ചെയ്യണ്ടേ? മക്കള് പറ, അമ്മ എന്നാ ചെയ്യണ്ടേ? അവനെ ഓടിക്കണോ? ഓടിക്കണ്ടേ? ഇത് പാവമല്ലേ? ഇവിടെ ഇരുന്ന് പൊക്കോട്ടെ. നിനക്കെന്താ ഉദ്ദേശം? നിനക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ പോരെ? നിനക്കത് കിട്ടുന്നില്ല 2 നേരം? 2 അല്ലല്ലോ, നീ എപ്പോ വന്നാലും എന്തെങ്കിലും ഞങ്ങൾ തരാറില്ലേ? പിന്നെ നിനക്കെന്താ പ്രശ്നം? അവൻ്റെ അടുത്തോട്ട് വന്ന് വഴക്കുണ്ടാക്കണ്ട വല്ല കാര്യമുണ്ടോ? അവൻ നിന്റെ അടുത്ത് വന്ന് വഴക്കുണ്ടാക്കി. ഇതുണ്ട്, ഇത് പാവം, ഇതിന് വയ്യാത്ത ഒരു കൊച്ച. ഇതിപ്പോ ഒന്നും ഈ സോളിഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല. ആകെപ്പാടെ ഒരു ഇത്തിരി പാല് മാത്രമേ ഇത് കുടിക്കുന്നുള്ളൂ. വേറെ ഒന്നും ഇത് കഴിക്കുന്നില്ല. നീ അങ്ങനെയല്ലല്ലോ, നീ എല്ലാ ഭക്ഷണവും കഴിക്കുന്നില്ലേ? അതിനുള്ള ആരോഗ്യം നിനക്കുണ്ട്. എന്റെ മേത്തോട്ടൊന്നത് ചാടി വീണാ കഴിഞ്ഞു. അവന്റെ അടുത്തോട്ട് വീണ്ടും വീണ്ടും ചെല്ലുവാണോ? എനിക്കറിയണമല്ലോ എന്താ ചെയ്യണമെന്ന്. എന്താ ചെയ്യണമെന്നൊന്ന് കാണണമല്ലോ ഞാൻ. നീ അവന്റെ അടുത്ത് എന്താ ചെയ്യണമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. പോയിക്കൂടെ പൂച്ചയെന്ന്? നിന്നോടുള്ള സ്നേഹം കൂടി വെച്ചോണ്ട് പറയണതാണ്, കളയാതെ. അതൊരു പാവം കുഞ്ഞാണ്. അതിനൊന്നും ഒരാരോഗ്യവും ഇല്ല. ഇപ്പം വയ്യാണ്ടിരിക്കുകയാണ്. നീ എന്നാ സിംബ പോലും അവന് പേടിയാണ്. നിന്നെ കാണുമ്പോ സിംബയാന്ന് കരുതി, സിംബ കാണുമ്പോ നീയാന്ന് കരുതി. മോനെ, മക്കളെ കണ്ട, അതിനൊരാരോഗ്യം പോലും ഇല്ല എന്റെ കുഞ്ഞിന്. മോനെ, നമ്മുടെ മോനെ, നമ്മുടെ ചക്കരക്കുട്ടുന്നല്ല മോൻ ശാന്തനാവും കേട്ടോ. ഒന്നൊന്നിനും പോകണ്ട, മോൻ ശാന്തനായി. നിനക്കെന്താ പ്രശ്നം? നിനക്കെന്താ പ്രശ്നം? നിന്നെ തൊഴ സമ്മതിക്കത്തില്ലേ? നിനക്കെന്താ പ്രശ്നം? എന്റെ മോനെന്താ? നിനക്കിപ്പോ അവന്റെ സ്ഥാനത്ത് കയറി ഇരിക്കണമെന്ന് വല്ലാത്ത വാശിയാണല്ലോ അത്. നീ ഒരു പാവമാണെന്ന് എനിക്കറിയാം. പക്ഷെ
ശംഭുച്ചേട്ടൻ വരുന്നുണ്ട്.